രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം തൽക്കാലം രാജിവെക്കേണ്ടെന്ന് കോൺഗ്രസിൽ ധാരണ. രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് നിയമോപദേശം ലഭിച്ചു. അങ്ങനെ വന്നാൽ BJP വിജയിക്കുമെന്നതാണ് വിലയിരുത്തൽ. കോൺഗ്രസിന്റെ ഈ BJP പേടിയാണ് രാജി വൈകിപ്പിക്കുന്നത്. തോൽവി ഭയന്ന് നാണം കെട്ട് രാഹുലിനെ ഇനിയും ചുമക്കണോ എന്ന ചോദ്യം പാർട്ടിയിൽ നിന്നു തന്നെ ഉയരുന്നതിനിടയിലാണ് നേതൃത്വം അയയുന്നത്. അതേസമയം ലൈംഗിക ആരോപണങ്ങളിൽ ഇടനിലക്കാർ വഴി ഇരകളുമായി ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വിവരങ്ങളുമായി ആദ്യം മിഥുൻ മുരളി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. മിഥുൻ, MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ തീരുമാനം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരകളുമായി ഇതിനുമായി ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് വേണ്ടി കടുത്ത സമ്മർദ്ദം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. പാർട്ടിക്കുള്ളിൽ തന്നെ അത് ഒരു ഭിന്ന സ്വരത്തിലേക്ക്, ഭിന്ന അഭിപ്രായങ്ങളിലേക്ക് ഉയരുന്ന പശ്ചാത്തലവും ഉണ്ടായിരുന്നു. പക്ഷേ രാജി വെക്കില്ല എന്നുള്ള നിലപാടിലായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്ര വലിയ സമ്മർദ്ദമുണ്ടായിട്ടും രാജിയിലേക്ക് പോകാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറാകുന്നില്ല എന്നുള്ള കടുത്ത സമ്മർദ്ദം രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം ഉയർത്തിയിട്ടും രാജി സന്നദ്ധത അറിയിക്കാതെ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് MLA പദവിയിൽ കഴിച്ചു കിടക്കാനാണ് രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാടുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോഴും അടൂരിലെ വീട്ടിലാണ് രാഹുൽ മാങ്കൂട്ടം ഉള്ളത്. വീടിന് ഉള്ളിൽ രാഹുൽ മാങ്കൂട്ടമുണ്ട്. പ്രധാനമായും ഇന്നും ചില രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുതയായി വിലയിരുത്തുന്നത്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പ്രധാനമായും ട്രാൻസ്ജെൻഡർ അവന്തിക ഉന്നയിച്ച ഒരു ആരോപണത്തിന് മാത്രമാണ് മറുപടി നൽകിയത്. ഉത്തരം കിട്ടാത്ത, വ്യക്തത വരുത്താത്ത പല ചോദ്യങ്ങളുമുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഒഴിഞ്ഞു മാറിയ പല ചോദ്യങ്ങളുമുണ്ട്. അത് ഗർഭചിത്രം നടത്താൻ യുവതിയെ പ്രേരിപ്പിച്ചത്, യുവതിക്ക് വധഭീഷണി മുഴക്കിയതടക്കമുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല. ഈ ആരോപണങ്ങളിലൊക്കെ എന്ത് മറുപടി ഉണ്ടാകും, പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുതയായി നിൽക്കുന്നത്. ഒപ്പം തന്നെ രാജി വെക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് രാജി സമ്മർദ്ദം രാഹുലിന് മുന്നിലേക്ക് കടുത്ത സമ്മർദ്ദമായി ഉയർത്തിയ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള VD സതീശൻ അടക്കമുള്ള മറ്റ് KPCC നേതൃത്വം അടക്കമുള്ള ആളുകൾ അയയുന്നു എന്നുള്ള കാര്യവും ഈ മണിക്കൂറുകളിൽ വിലയിരുത്തപ്പെടുന്നു. കാരണം രാജി പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും BJP വിജയിക്കുകയും ചെയ്യും എന്നുള്ള വിലയിരുത്തലിലാണ് ഇപ്പോൾ. വേണ്ട, ഇത്രയും വളരെ മോശമായിട്ട്, വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്ന യുവ നേതാവിനെ വീണ്ടും ചുമക്കാം എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. അത് കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഏറ്റവും വലിയ ഗതികെട്ട അവസ്ഥയിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത് എന്നുള്ള വിലയിരുത്തൽ അത് ഉപതെരഞ്ഞെടുപ്പിനെ ഭയക്കുന്നു. ഒപ്പം രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വെക്കുന്ന സമ്മർദ്ദങ്ങളുണ്ട്, പാർട്ടിക്ക് മുന്നിൽ വെക്കുന്ന പല സമ്മർദ്ദങ്ങളുണ്ട്. ഇതിനൊക്കെ അതിജീവിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമായി, തെളിവായി മാറുകയാണ് ഇപ്പോൾ രാജി വേണ്ട, MLA പദവിയിൽ രാഹുൽ മാങ്കൂട്ടം തുടരട്ടെ. ഇത്രയും ഗൗരവകരമായിട്ടുള്ള വിഷയം ഉയർന്നിട്ടും കോൺഗ്രസിൻ്റെ തന്നെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന വിഷയമുണ്ടായിട്ടും കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ വനിതാ നേതാക്കൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്നുള്ള അഭിപ്രായം ഉയർന്നിട്ടും അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് രാജി വേണ്ട എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് KPCCയും അയയുന്നു എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയും MLA പദവിയിൽ വഹിക്കാം, ഇത്രയും ഗൗരവകരമായിട്ടുള്ള വിഷയം ഉയർന്ന ഒരു യുവ നേതാവിനെ ഇനിയും വഹിക്കാം എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഭയത്തെ തുടർന്ന് ആണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തുമ്പോൾ ഇന്ന് ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കാണുമോ, പ്രതികരിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. കഴിഞ്ഞ 3 ദിവസം മുൻപ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇനി തുറക്കുന്നുണ്ടെങ്കിൽ അത് നേതൃത്വത്തിന്റെ അറിവോടെ മാത്രം മതി, കൂടിയാലോചനകൾക്ക് ശേഷം മാത്രം മതി എന്നുള്ള തീരുമാനം കർശനമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, തനിക്ക് നേരെ ഉയർന്നിരിക്കുന്ന പല ആരോപണങ്ങളിലും തനിക്ക് മറുപടിയുണ്ട്, അത് വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കും, മറുപടി പറയും എന്നാണ് അറിയിച്ചാണ് രാഹുൽ മാങ്കൂട്ടം മറ്റു ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി പോവുകയും ചെയ്തത്. അപ്പോൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്ന പ്രധാന കാര്യം. ഇനി അറിയാനുള്ളത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗൗരവകരമായിട്ടുള്ള ചില വിഷയങ്ങളിൽ യുവതിയെ ഭീഷണിപ്പെടുത്തിയതും ഒപ്പം ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചതടക്കമുള്ള ഓഡിയോകൾ പുറത്തു വന്നിരിക്കുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മറുപടി എന്താണെന്ന് അറിയണം. അത് ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ചതാണ്. കഴിഞ്ഞ 5 ദിവസമായി ഈ ആരോപണങ്ങൾ ഉയർന്ന ദിവസം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം തേടുമ്പോൾ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് മറുപടിയാണ് നൽകാനുള്ളത്
എന്ത് പ്രതികരണമാണ് നൽകാനുള്ളതെന്ന് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് ഇത്തരത്തിലുള്ള ഓഡിയോകൾ ഇപ്പോൾ കൃത്രിമമായി നിർമ്മിക്കാവുന്ന കാലമാണല്ലോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി പോവുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. ഈ 4 പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശങ്ങളെ പറ്റി രാഹുലിന്റെ മറുപടി എന്താണ്, പ്രതികരണം എന്താണ് എന്നുള്ളത്. പക്ഷേ മാറിപ്പോകുന്ന രാഹുൽ മാങ്കൂട്ടം ഇനി എന്ത് പ്രതികരണം നടത്തും, ഇന്ന് പ്രതികരണം നടത്താൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുതയായി നിലനിൽക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലും കഴിഞ്ഞ ദിവസവും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത് രാജ്യസന്നദ്ധത കോൺഗ്രസ് നേതൃത്വത്തെ രാഹുൽ അറിയിച്ചിട്ടില്ല, രാജിവെക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് പോയിട്ടില്ല. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം ഈ MLA സ്ഥാനത്ത് കടിച്ചു തൂങ്ങിക്കിടക്കുമ്പോൾ രാജിവെക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആ സമ്മർദ്ദം കോൺഗ്രസിന് താങ്ങാവുന്നതിനും അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ കോൺഗ്രസ് രാഹുലിന്റെ സമ്മർദ്ദത്തിലേക്ക് വഴങ്ങുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസ് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രാജിവെക്കൂ, VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ കോൺഗ്രസിനുള്ളിൽ തങ്ങളുടെ വ്യക്തിപരമായ പ്രതിച്ഛായ നിലനിർത്തുന്നതിനും കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിച്ഛായ നിലനിർത്തുന്നതിനും വേണ്ടി രാഹുലിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും AICCയോടും രാഹുലിന്റെ രാജി ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ രാഹുൽ പക്ഷേ അതിന് വിപരീതമായാണ് പ്രതികരിച്ചത് എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത്. അതായത് രാജി സന്നദ്ധത രാഹുലിനില്ലായിരുന്നു, രാജിവെക്കില്ല എന്ന കോൺഗ്രസ് നേതൃത്വത്തെ രാഹുൽ അറിയിക്കുന്നു. ഒപ്പം തന്നെ ചില പ്രതിരോധം, തന്റെ വ്യക്തിപരമായ പ്രതിരോധം കോൺഗ്രസ് പാർട്ടിക്ക് മേൽ രാഹുൽ ഉയർത്തുകയും ചെയ്യുന്നു. അതായത് മറ്റു ചില MLA മാർക്കെതിരെ സമാനമായ ലൈംഗിക പീഡന കേസുകൾ നേരത്തെ ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസിലെ തന്നെ അങ്ങനെയുള്ള MLA മാരെ പുറത്താക്കാൻ അല്ലെങ്കിൽ അവർക്കും രാജിവെക്കട്ടെ എന്നുള്ള ചില കടുത്ത തീരുമാനങ്ങൾ രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. ഒപ്പം ചില നേതാക്കൾക്കെതിരെ സമാനമായ ആരോപണങ്ങൾ സംബന്ധിച്ച് ചില തെളിവുകൾ രാഹുലിന്റെ പക്കൽ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം ഉപയോഗിച്ചുകൊണ്ടും രാഹുൽ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിൽ ആക്കിയിരിക്കാം. മറ്റ് ഇടതിലെ ചില നേതാക്കൾക്കെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അവർ രാജിവെച്ചാൽ അവരുടെ രാജി ആവശ്യത്തിന് വേണ്ടി കോൺഗ്രസ് നേതൃത്വം മുന്നിട്ടിറങ്ങിയാൽ മാത്രം തന്റെ രാജിയുടെ ആവശ്യമുള്ളൂ എന്നുള്ള ചില പ്രതിരോധങ്ങൾ രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. ഇങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തെ, കോൺഗ്രസ് പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ട് പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടായിരിക്കാം രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ മുതിർന്ന നേതാക്കൾ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ഈ രാജി കാര്യത്തിൽ ഒരു തീരുമാനം നടത്താതെ, രാജി പ്രഖ്യാപനം നടത്താതെ പ്രതിരോധത്തിലാക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് കോൺഗ്രസ് നേതൃത്വം വഴങ്ങുകയായിരുന്നു. അവസാനം ഉപതെരഞ്ഞെടുപ്പ് ഭയത്താൽ രാജിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താതെ രാജി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുകയും ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇനി പ്രതികരണം രാഹുൽ മാങ്കൂട്ടം ഏത് വിധത്തിൽ നടത്തും? ഇപ്പോൾ രാജിയുടെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി അയഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ പ്രതികരണങ്ങൾ തേടേണ്ട ഒട്ടനവധി വിഷയങ്ങൾ, മറ്റു കാര്യങ്ങൾ ഉണ്ട്. അതായത് ഗൗരവകരമായിട്ടുള്ള പല ആരോപണങ്ങളിലും രാഹുൽ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. അപ്പോൾ ഇന്ന് മാധ്യമങ്ങളെ കാണുമോ എന്നുള്ള ചോദ്യമാണ് പ്രധാനപ്പെട്ട വസ്തുതയായി ഉയർന്നു വരുന്നത്. ഇപ്പോൾ 5 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ട് ഒന്നിനു പുറകെ മറ്റൊന്നായി ഗുരുതര ആരോപണങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ യുവതികളിൽ നിന്നും ഉയർന്നു വന്നത്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായി മറുപടി പറയാതെ ഈ 5 ദിവസത്തിനിടയിൽ 2 തവണ മാത്രം മാധ്യമങ്ങളെ കാണുന്നു. അതിൽ ഒരു തവണ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടി ആ പ്രഖ്യാപനം മാത്രം നടത്തി രാഹുൽ മാങ്കൂട്ടം ഒഴിഞ്ഞു മാറിപ്പോകുന്നു. രണ്ടാമത് കണ്ടപ്പോൾ രാഹുൽ ചില വിശദീകരണങ്ങൾ, ന്യായീകരണങ്ങൾ സ്വയം ന്യായീകരിക്കാൻ വേണ്ടി നടത്തുന്നു. അതിൽ ട്രാൻസ്ജെൻഡർ അവന്തിക നടത്തിയ ആരോപണത്തിന് മാത്രം മറുപടി നൽകുന്നു. അതിൽ തൻ്റെതായ ചില ന്യായവാദങ്ങൾ മുഴക്കിക്കൊണ്ട് ഇതിൻ്റെ അകത്ത് തനിക്ക് തെറ്റ് സംഭവിച്ചിട്ടില്ല, തൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇന്നലെ രാഹുൽ മാങ്കൂട്ടം നടത്തുന്നു. ഒരു ഓഡിയോ സന്ദേശം പുറത്തുവിടുന്നു. അവന്തികയും ഒരു റിപ്പോർട്ടറുമായി നടത്തിയ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടുകൊണ്ട് തൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് തന്നെ കുടുക്കാൻ ചിലർ ശ്രമിക്കുകയായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഉണ്ടായത്. ഇന്നും ഇനി പ്രതികരിക്കുകയാണെങ്കിൽ സമാനമായ രീതിയിൽ തന്നെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് തന്നെ കുടുക്കാനുള്ള ഗൂഢനീക്കം നടക്കുകയായിരുന്നു. തന്നെ ഇപ്പോൾ അടൂരിലെ രാഹുലിന്റെ വീട്ടിൽ നിന്ന് മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണ ചേരുന്നുണ്ട്. ജിഷ്ണു, BJP രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ദേശീയ തലത്തിൽ തന്നെ ഉന്നയിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്തായിരിക്കും? രാഹുൽ രാജിവെക്കണോ? എന്തോ ആയിരിക്കും ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ വിവാദമായി മാറിയതോടെ രാഹുലിനെതിരെ കടുത്ത നടപടിയെടുക്കണമെന്ന നിർദ്ദേശം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം KPCCക്ക് മുൻപിലേക്ക് വെച്ചിരുന്നു. ഏത് തരത്തിലുള്ള നടപടിയെടുക്കണം എന്നത് സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ നേതാക്കൾ കൂടി ആലോചിച്ച ശേഷം KPCC അന്തിമ തീരുമാനമെടുക്കണമെന്ന നിലപാടാണ് ഈ വിഷയത്തിൽ ദേശീയ നേതൃത്വം മുൻപോട്ട് വെച്ചത്. ഒപ്പം ദേശീയ നേതൃത്വത്തിലും കടുത്ത സമ്മർദ്ദം രാഹുലിന് വേണ്ടി ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ രാഹുൽ യൂത്ത് കോൺഗ്രസ് സ്ഥാനവും ഒപ്പം MLA സ്ഥാനവും രാജിവെച്ചുകൊണ്ട് ആ പാർട്ടിയുടെ ഇമേജ് സംരക്ഷിക്കണം എന്ന നിലപാടാണ്
കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും ഹൈക്കമാൻഡും കൈക്കൊണ്ടത്. അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഏകദേശം KPCC അറിയിച്ചിരുന്നു. പിന്നീട് വിശദമായി സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ നിലവിൽ വിലയിരുത്തിക്കൊണ്ട് KPCC വിശദമായ ചർച്ച നടത്തി എന്ത് നടപടി സ്വീകരിക്കണം എന്ന തീരുമാനം KPCC എടുക്കട്ടെ എന്ന നിലപാടിലേക്കാണ് AICC എത്തിയിട്ടുള്ളത്. അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം മാത്രം നിലവിൽ രാജിവെച്ചുകൊണ്ടൊരു മുഖം രക്ഷിക്കൽ നടപടിയും MLA സ്ഥാനത്ത് രാഹുൽ തുടരാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. കാരണം നിരവധി തവണ KPCCയുടെ ഭാഗത്തുനിന്നും AICCയുടെ ഭാഗത്തുനിന്നും രാജി എന്നൊരു ആവശ്യം മുൻപോട്ട് വെച്ചെങ്കിലും അതിന് വഴങ്ങാൻ രാഹുൽ തയ്യാറായിട്ടില്ല. കൂടാതെ ഇപ്പോൾ ഉയർന്നിട്ടുള്ള വിവാദമായിട്ടുള്ള പരാതികൾ മുൻപും AICCക്ക് മുൻപിലും KPCCക്ക് മുൻപിലും എത്തിയിട്ടുണ്ട്. അത്തരം പരാതികൾ ഉയർന്നപ്പോൾ രാഹുലിനെ സംരക്ഷിച്ച VD സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും രാഹുലിനൊപ്പമുണ്ട്. പരസ്യമായി രാഹുലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുഖം രക്ഷിക്കാൻ VD സതീശൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഷാഫി പറമ്പിൽ ഉൾപ്പെടെ AICC നേതൃത്വത്തെ പോലും സമ്മർദ്ദം ചെലുത്താൻ ശേഷിയുള്ള നേതാക്കൾ ഇപ്പോഴും രാഹുലിനൊപ്പം നിൽക്കുന്നു. ഒപ്പം രാഹുലിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായിട്ടുള്ള സമ്മർദ്ദം KPCCയിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഉയർന്നിട്ടുണ്ട്. അത് ഏത് തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രമാണ് രാഹുൽ ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും AICCയുടെ നിലപാട് ഈ വിഷയത്തിൽ ഉചിതമായ തീരുമാനം KPCC അതായത് സംസ്ഥാന ഘടകം കൂടിയാലോചിച്ച് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. കാരണം നിലവിൽ രാഹുൽ രാജിവെക്കുകയാണെങ്കിൽ കേരളത്തിൽ നിയമസഭയുടെ കാലാവധി തീരാൻ ഇനിയും 9 മാസമുണ്ട്. 6 മാസത്തിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തും. അത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയി പാലക്കാട് തോൽക്കുകയാണെങ്കിൽ, പാലക്കാട് മണ്ഡലം കൈവിടുകയാണെങ്കിൽ അത് കനത്ത തിരിച്ചടിയാകും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തെ CPM ഭരണത്തിന് ശേഷം ഇത്തവണ ഭരണം തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അതിന് വലിയ തിരിച്ചടി ഈ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി ഉണ്ടാകും. ഒപ്പം രമേശ് ചെന്നിത്തലയും K മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ AICC നേതൃത്വത്തെ അറിയിച്ചത് രാഹുൽ രാജിവെച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാഹുലിൻ്റെ വിഷയം വലിയ പ്രചാരണമാക്കും, വലിയ ചർച്ചയാകും. അത് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കും, പാർട്ടിയുടെ വിജയസാധ്യതയെ ബാധിക്കും. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം മാത്രമല്ല MLA സ്ഥാനവും രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം രമേശ് ചെന്നിത്തലയും K മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും മുതിർന്ന നേതാക്കൾ ഒപ്പം AICCയിൽ പോലും സമ്മർദ്ദം ചെലുത്താൻ ശേഷിയുള്ള ഷാഫി പറമ്പലിനെ പോലുള്ള നേതാക്കൾ ഇപ്പോഴും രാഹുലിനൊപ്പം നിൽക്കുന്നു. രാഹുലാണെങ്കിൽ രാജിക്ക് വഴങ്ങുന്നില്ല. അതുകൊണ്ട് എന്തായിരിക്കും AICCയുടെ ഇതിലെ അന്തിമ തീരുമാനം എന്ന് നോക്കിക്കാണേണ്ടതാണ്. ദൃശ്യ. ഇപ്പോൾ ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, KPCCക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് AICC. രാഹുൽ രാജിവെക്കണമോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് KPCC തന്നെയാണ്. ഇപ്പോൾ KPCC കേരള ഘടകത്തിലെ നേതാക്കൾ തന്നെ 2 തട്ടിലായിരിക്കുകയാണ്. ഒരു വിഭാഗം രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മറ്റു വിഭാഗം രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. രാജിവെച്ചാൽ ഈ സീറ്റ് കോൺഗ്രസിന് പാലക്കാട് കിട്ടിയ സീറ്റ് നഷ്ടമാകുമെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് KPCC എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് സംസ്ഥാന കോൺഗ്രസിലെ നേതാക്കളുടെ നിലവിലത്തെ ധാരണ എന്നുള്ളതാണ്. അതായത് ഒന്ന് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് കോൺഗ്രസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ആ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ തൽക്കാലം രാജിവേണ്ട, ഇത് UDFൻ്റെയും ഈ KPCCയുടെയും ഒരു തീരുമാനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയിലേക്കാണ് ഇപ്പോൾ നേതാക്കൾ എത്തി നിൽക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നത് UDFൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് പാലക്കാട് ഏതെങ്കിലും തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ BJP വിജയിക്കുമെന്നുള്ളതാണ്. ഈ BJP വിജയിക്കുമെന്ന ഒറ്റ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കോൺഗ്രസ് തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം മുൻ തെരഞ്ഞെടുപ്പുകളിലടക്കം പാലക്കാട് ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസിൻ്റെ മേൽക്കൈ എന്നുള്ളത് ഷാഫി എഫക്റ്റ് ആയിരുന്നു. ഷാഫി പറമ്പലിന് ആ മണ്ഡലത്തിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുമൊക്കെയുള്ള സ്വാധീനം അത് വിജയത്തിലേക്ക് വഴിവെക്കുന്നു എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു എഫക്റ്റ്, ഷാഫി എഫക്റ്റ് പാലക്കാട് മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം UDFും വിലയിരുത്തുന്നത്. കാരണം ഈ യൂത്ത് ബ്രിഗേഡിനെ, റെയിൽ ബ്രിഗേഡിനെതിരെ വലിയ വികാരം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടാകുന്നു. പാർട്ടിയിൽ പെട്ടെന്ന് അവർ വളർന്നു കയറുന്നു. അവർ പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തനം ചെയ്യുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ റീലുകൾ ഇട്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സൃഷ്ടിച്ചുമൊക്കെ വളർന്ന നേതൃത്വത്തിലേക്ക് പോകുന്നു, സംഘടനയിൽ ശക്തരാകുന്നു എന്നുള്ള വിമർശനം കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെയാണ് സ്ത്രീത്വത്തെ അപമാനിച്ച അല്ലെങ്കിൽ ഒരു ലൈംഗിക ആരോപണങ്ങളിലേക്ക് എത്തിപ്പെട്ട, ഒപ്പം പല സ്ത്രീകളോട് മോശമായി സംസാരിച്ച, ഒരു സ്ത്രീയെ ഗർഭചിത്രത്തിന് വരെ പ്രേരിപ്പിച്ച
രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചു നിർത്തിയത്, വളർത്തിയത് ഷാഫി പറമ്പിലാണ് എന്നുള്ളൊരു വികാരം പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിലും ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് ഇപ്പോൾ UDF നേതൃത്വവും കോൺഗ്രസും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഷാഫി എഫക്റ്റ് ഇനി വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ 0 ആയിരിക്കുമെന്നുള്ള വിലയിരുത്തലും UDF-നുണ്ട്. തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ അതുവഴി BJP പാലക്കാട് മണ്ഡലത്തിൽ വിജയിക്കുകയും തുടർന്ന് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നതിലേക്ക് പോകുന്നതുമായ ഒരു സാഹചര്യം ഒഴിവാക്കാൻ UDF നേതൃത്വം രാഹുൽ തൽക്കാലം രാജിവെക്കേണ്ടതില്ല എന്ന ധാരണയിലേക്ക് പോകുന്നത്. ദൃശ്യ.